ജില്ലയിലെ ഏറ്റവും മികച്ച ആയുർവേദ ആശുപത്രിയായ തേർഡ് ക്യാമ്പ് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിക്കെതിരെ നടത്തുന്ന കുപ്രചരണങ്ങളിൽ പ്രതിഷേധവുമായി രോഗികളും ഗ്രാമപഞ്ചായത്തും രംഗത്ത് വന്നു. നിലവിൽ നിരവധി രോഗികൾ കിടത്തി ചികിത്സ നേടുന്ന സാഹചര്യത്തിൽ ഇവിടെ ചികിത്സ നിഷേധിക്കുന്നതായുള്ള ആരോപണം ആശുപത്രിയെ തകർക്കുവാനുള്ള ഗൂഢനീക്കത്തിന്റെ ഭാഗമാണെന്നാണ് രോഗികളും ഗ്രാമപഞ്ചായത്ത് അധികൃതരും പറയുന്നത്. ജില്ലാ ആയുർവേദ ആശുപത്രിയായ പാറേമാവ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും അധികം രോഗികൾ ആശ്രയിക്കുന്ന ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയാണ് തേർഡ് ക്യാമ്പിലേത്. തമിഴ്നാട്, കർണാടക, മറ്റ് സംസ്ഥാനങ്ങൾ തുടങ്ങി കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള രോഗികൾ ഇവിടെയെത്തി ചികിത്സ തേടി സന്തോഷത്തോടുകൂടി മടങ്ങുന്ന സാഹചര്യത്തിലാണ് കുപ്രചരണങ്ങൾ അഴിച്ചുവിടുന്നത്. ആശുപത്രിയിൽ കിടത്തി ചികിത്സ നിഷേധിച്ചിരിക്കുന്നു എന്നാണ് പ്രധാന ആരോപണം. എന്നാൽ അത്തരത്തിലുള്ള യാതൊരുവിധ സംഭവങ്ങളും ആശുപത്രിയിൽ നടന്നിട്ടില്ലെന്ന് ദിവസങ്ങളായി ഇവിടെ ചികിത്സ തേടുന്നവർ പറയുന്നു. എന്നിട്ട് ഒരുപാട് കുറവാണ്. 9 ദിവസമായി. ഇപ്പൊ ഇവിടെ നാം വന്ന ദിവസം 5 പേരുണ്ടായിരുന്നു. ഇപ്പൊ ഇന്ന് 2 പേര് കൂടെ വന്നിട്ടുണ്ട്. 7 ഒരാൾ പോയി, പിന്നെ 6 പേര്. ഞാൻ നോക്കിയിട്ട് എനിക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ല. നമുക്കെല്ലാം ഉള്ളപ്പോ നമുക്ക് എല്ലാവർക്കും സന്തോഷമുണ്ട്. നമ്മൾ പറയുന്ന പോലെ ഒന്നും ഇവിടെ എനിക്ക് തോന്നുന്നു. ആശുപത്രിയുടെ സൽപ്പേരിന് കളങ്കം വരുത്തുകയും ഗവൺമെന്റ് ആശുപത്രിയെ തകർക്കുവാനുമുള്ള നീക്കമാണ് ഇത്തരത്തിലുള്ള പ്രചരണത്തിന് പിന്നിലെന്നും ഇതിന് മുന്നിട്ടിറങ്ങുന്നവർ ഇതിൽ നിന്നും പിന്മാറണമെന്നും ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയും ആവശ്യപ്പെടുന്നു. 22-30 ബെഡാണ് നമ്മുടെ ഈ ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്ക് ആവശ്യമായി ഉള്ളത്. ഇവിടെ 22 രോഗികൾ നിലവിൽ ഇപ്പോൾ തന്നെ ചികിത്സയിലാണ്. അന്യ സംസ്ഥാനത്തു നിന്നാണ് കൂടുതൽ രോഗികളും ഇവിടെ കിടക്കുന്നത്. ഈ പത്രമാധ്യമങ്ങൾ വന്ന വാർത്ത 2-3 ദിവസമേ ഉള്ളൂ. എൻ്റെ അന്വേഷണത്തിൽ ഇവിടെ കിടക്കുന്ന രോഗികൾ 35 ദിവസം മുതൽ അതിന് താഴേക്ക് 10 ദിവസം വരെയുള്ള ആളുകൾ ഇവിടെ ചികിത്സയിലുണ്ട്. ആര് വന്നാലും ചികിത്സിക്കാനുള്ള എല്ലാ മരുന്നും മറ്റ് സംവിധാനങ്ങളും അതിനുള്ള ഡോക്ടർമാരും ഒക്കെ എല്ലാ സന്നാഹങ്ങളുമായി നിൽക്കുന്ന ഒരു സ്ഥാപനത്തെ ഇകഴ്ത്തിക്കാട്ടുന്ന ചില ആളുകളുണ്ട്. അവരെ പൊതുജനമധ്യത്തിൽ തുറന്നു കാട്ടാനൊക്കെ നിവൃത്തിയില്ല എന്നാണ് ഈ അവസരം എനിക്ക് പറയാനുള്ളത്. അതെ, നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെന്റ് സംവിധാനത്തെ ഇല്ലാതാക്കുവാൻ വളരെ എളുപ്പമാണ്. ഇത്തരത്തിലുള്ള 10 കുപ്രചരണങ്ങൾ അഴിച്ചുവിട്ടാൽ മതി. പക്ഷെ ഒന്നുണ്ട്, ഇത്തരത്തിലുള്ള ഗവൺമെന്റ് സംവിധാനങ്ങൾ ഇല്ലാതാകുന്നതോടുകൂടി അതിന്റെ നഷ്ടം ഈ കുപ്രചരണങ്ങൾ അഴിച്ചുവിടുന്നവർക്ക് കൂടിയാണെന്ന് ഓർത്താൽ നന്ന്. തേർഡ് ക്യാമ്പിൽ നിന്നും അനീഷ് പി എ, ഇടുക്കി വിഷൻ ന്യൂസ്.